وبركاته. بلغ العلا بكماله كشف الدجى بجماله حسنت جميع خصاله صلوا عليه وآله. بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين. صدق الله العلي العظيم. ആദരണീയരായ ഉസ്താദുമാർ, ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മുത്തഅല്ലിം സുഹൃത്തുക്കളെ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരുണ്യത്തിന്റെ നിറകുടമായിരുന്നു. നമുക്കറിയാം, ലോകത്തുള്ള സർവ്വചരാചരങ്ങൾക്കും റഹ്മത്തായിട്ടാണ് അല്ലാഹു തആല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിച്ചിട്ടുള്ളത്. ആ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മറ്റു അചേതന വസ്തുക്കളുടെ വരെ സ്നേഹം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രത്തോളം ഇങ്ങോട്ട് സ്നേഹിച്ചോ അത്രത്തോളം മറ്റു വസ്തുക്കൾ വരെ മുത്തനബിയോട് ഹുബ്ബ് പ്രകടിപ്പിച്ചിരുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഖൈബർ യുദ്ധം പിടിച്ചടക്കിയ സമയത്ത് ഖൈബർ രാജാവ് മുറഹിബിന്റെ സഹോദര പുത്രി സൈനബ് എന്ന ജൂതയായ പെണ്ണ് വന്നുകൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപത്നി സഫിയ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആടിന്റെ മാംസത്തിൽ നിന്നും ഏത് ഭാഗമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് മുത്തനബി ഹിന്ദെന്ന ഈ ജൂതയായ പെണ്ണ് ചോദിച്ച സമയത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആടിന്റെ മാംസത്തിൽ നിന്നും ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിന്റെ ഖുർആനാണെന്നാണ് ഈ സഫിയ റളിയല്ലാഹു അൻഹ അവിടുന്ന് മറുപടി നൽകിയത്. അങ്ങനെ ഈ ഒരു ജൂതയായ പെണ്ണ് ഒരു ആടിനെ പാചകം ചെയ്യുകയാണ്. എത്തരത്തിലെന്നാൽ ആ ആടിന്റെ മാംസത്തിൽ വല്ലാതെ വിഷം കലർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ കാലിന്റെ ഭാഗത്ത് നന്നായി വിഷം കലർത്തിയിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ സ്വഹാബിനെയും സ്വാഗതം ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരെല്ലാം ആ ഭക്ഷണം, ആ ആടിനെ കഴിക്കാൻ ഒരുങ്ങുകയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആടിന്റെ കാലിൽ നിന്നും ഒരു ഇറച്ചി കഷ്ണം എടുത്തിട്ട് വായിൽ വെക്കാനിരിക്കുന്ന സമയത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എല്ലാ അസ്ഹാബിനോടും പറഞ്ഞു, ആരും ഒന്നും ഭക്ഷിക്കരുത്, എല്ലാവരും എല്ലാം നിലത്തിടാൻ എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞ സമയത്ത് മഹാനരായ ബിശ്ർ ഇബ്നു ബർറ റളിയല്ലാഹു അൻഹു അതിൽ നിന്നൊരു കഷ്ണം എടുത്ത് ഭക്ഷിച്ച് ചവച്ചിറക്കിയിരുന്നു. പെട്ടെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ പാചകം ചെയ്ത ഈ ഒരു സ്ത്രീയെ വിളിച്ചു കൊണ്ടുവരാൻ അവിടുന്ന് ആജ്ഞാപിച്ച സമയത്ത് അസ്ഹാബ് അവിടുന്ന് ആ സ്ത്രീയെ വിളിക്കുകയുണ്ടായി. പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ സ്ത്രീയോട് ചോദിച്ചു, നീ ഇതിൽ വിഷം കലർത്തിയിട്ടില്ലേ പെണ്ണെ എന്ന് ചോദിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ പെണ്ണ് ചോദിക്കുകയാണ്, മാഖ്ബറക യാ റസൂലുള്ളാഹ്, ആരാണ് നബിയെ അങ്ങക്ക് അറിയിച്ചു തന്നത് എന്ന് ചോദിച്ച സമയത്ത് അഖ്ബറതനി അല്ലദീ ഹാദിഹി യദയ എന്നാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഈ ഒരു അചേതന വസ്തു വരെ, അതായത് ഒരു ഇറച്ചി കഷ്ണം പോലും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവനിൽ അത്രക്ക് വില കൽപ്പിച്ചിരുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതിരറ്റ് ഹുബ്ബ് പ്രകടിപ്പിക്കാനും അവിടത്തേക്ക് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുവാനും നാഥൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.